അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ മുന്നോട്ട് പോക്ക് ഇപ്പോൾ അതിവേഗം തന്നെ മുന്നോട്ട് പോവുകയാണ്. നമുക്കിപ്പോൾ ഉള്ളത് കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് ആണ്. മാഷെ, അതിവേഗ റെയിൽ എത്താൻ പോകുന്നു. എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ളൊരു നീക്കുപോക്ക്? സംസ്ഥാന സർക്കാർ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനൊരു പദ്ധതി വന്നത്? തീർച്ചയായിട്ടും. കാരണം ഈ സിൽവർ ലൈൻ എന്നൊരു പ്രപ്പോസൽ, അതിൻ്റെ ആശയം തന്നെ ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റമാണ്. അപ്പോൾ അത് മുഖ്യമന്ത്രി കൊണ്ടുവന്നപ്പോൾ തന്നെ തർക്കങ്ങളും സംശയങ്ങളും ഉണ്ടായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇത് സ്വീകരിക്കുമോ? അതിപ്പോൾ സ്വീകരിച്ചു എന്നുള്ളത് വന്ദേ ഭാരതത്തിൽ നിന്ന് കിട്ടിയ വിജയം നമുക്ക് കാണുന്നു. രണ്ടാമത് ഇത് മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായ ശ്രീധരനൊരു പ്രപ്പോസൽ കൊണ്ടുവന്നു. അത് ശ്രീധരൻ ഒരു നോട്ടായിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് കഴിഞ്ഞ 4/10/24 അദ്ദേഹം മുന്നോട്ട് CM-ന് കൊടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തെ പൊന്നാനി പോയി ശ്രീധരനെ കാണുന്നത്. പിന്നീട് ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് വന്നു. അത് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കൊടുത്തു. മുഖ്യമന്ത്രി എനിക്ക് തന്നു. ഞാനിത് കഴിഞ്ഞ ഫെബ്രുവരി 12 അത് റെയിൽവേ മന്ത്രി ഐശ്വര്യ വൈഷ്ണവിനെ കണ്ട് നേരിട്ട് കൊടുത്തു. പിന്നീട് മുഖ്യമന്ത്രി വന്ന സന്ദർഭത്തിലാണ് ഈ ചർച്ചകൾ നടക്കുകയുണ്ടായി. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. കേരളയിലായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട പദ്ധതി ആ സമയത്തുണ്ടായിരുന്നത്. കേരളയിലും ഈ അതിവേഗം തമ്മിൽ മറ്റെന്തെങ്കിലും പേരിലല്ല തർക്കം. നമുക്കൊരു ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം. അതാണ് സിൽവർ ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് സിൽവർ ലൈൻ. അത് എങ്ങനെ വേണം, അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും പരിശോധിച്ച് നടപ്പിലാക്കണം. അപ്പോഴാണ് ശ്രീധരൻ്റെ ഈ പ്രപ്പോസൽ വരുന്നത്. ശ്രീധരൻ്റെ പ്രപ്പോസൽ CM കണ്ടിട്ടാണ് എൻ്റെ കയ്യിൽ വരുന്നത്. എൻ്റെ കയ്യിൽ നിന്നും റെയിൽവേ മിനിസ്ട്രിയിലേക്ക് പോകുന്നത്. കേരളയിലേക്കാൾ കുറച്ചുകൂടി ചിലവ് കുറഞ്ഞൊരു പദ്ധതി ആയതുകൊണ്ടാണ് ഈ പദ്ധതിക്ക് അംഗീകാരം വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ വരണ്ടേ? DPR വന്നാൽ നമുക്ക് ഏതാണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് വരട്ടെ. ഏതായാലും കേരളം ഒരു DPR നൽകിയിരുന്നു കേരളയുമായി ബന്ധപ്പെട്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ അതിവേഗ പദ്ധതിയിലേക്ക്, അതിവേഗ റെയിൽവേ എന്നൊരു ആശയത്തിൽ കേന്ദ്ര സർക്കാർ പോകാൻ കാരണം? അതിവേഗമാണ്. കേരളം കൊടുത്ത പ്രപ്പോസൽ അതിവേഗം തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് നിർത്തിവെക്കേണ്ടി വന്നത് ലാൻഡിലൊക്കെ. അപ്പോഴാണ് ശ്രീധരൻ്റെ പ്രപ്പോസൽ എന്ന് വെച്ചാൽ പില്ലറും അണ്ടർഗ്രൗണ്ടുമാണ്. അത് വരട്ടെ, അത് പരിശോധിച്ച് വരെ CM കണ്ട പ്രപ്പോസലാണത്, കാണാത്ത പ്രപ്പോസലല്ല. ഈ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വന്നപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എപ്പോഴാണ് ഈ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നത്? നമുക്കൊരു സംശയം. കാരണം കഴിഞ്ഞ 10 ബാലഗോപാൽ നമ്മുടെ ധനകാര്യമന്ത്രി വന്ന് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പ്രീ ബഡ്ജറ്റ് പ്രപ്പോസൽ ധനകാര്യമന്ത്രിക്ക് കൊടുത്തു. ഈ 22 ഞാൻ നിർമ്മലാ സീതാരാമനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ നിർമ്മലാ സീതാരാമൻ നൽകിയ അഷുറൻസ്, ഇത് ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം, എയിംസ്, നമുക്ക് വയനാട് ദുരന്തത്തിന് കിട്ടേണ്ട സഹായം, GST കിട്ടേണ്ട അങ്ങനെ ഒരു 10-25,000 കോടി രൂപ നമുക്ക് കിട്ടാനുണ്ട്. അതിന് സഹായം ഇതുപോലെ പ്രോജക്റ്റുകളുടെ അപ്രൂവൽ വരുമെന്നാണ് പ്രതീക്ഷിച്ചത് തിരുവനന്തപുരത്ത്. പക്ഷെ അതുണ്ടായില്ല. ഇനി അടുത്ത നെക്സ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രതീക്ഷ അതല്ലേ ഉള്ളൂ. ഇനി പൊന്നാനിയിൽ എൻ്റെ ഓഫീസ് തുടങ്ങി അവിടുന്ന് പ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ടേക്ക് ഉണ്ടായിരുന്നു? അവർ തീരുമാനിക്കേണ്ട കാര്യം, റെയിൽവേയും ശ്രീധരനും കൂടി എടുക്കേണ്ട തീരുമാനമല്ലേ ആ കാര്യങ്ങളൊക്കെ. ശ്രീധരൻ ഈ പദ്ധതി ഏൽപ്പിക്കുന്നതിൽ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ യോജിച്ചാണ് പോയത്. അല്ല, മുഖ്യമന്ത്രിക്ക് കൊടുത്ത പ്രൊപ്പോസലാണല്ലോ ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഇത് നോക്കി ശേഷമല്ലേ എൻ്റെ അടുത്ത് വരത്തുള്ളൂ. പ്രധാനപ്പെട്ട ചോദ്യം, ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുറ്റികൾ, പ്രത്യേകിച്ച് മഞ്ഞക്കുറ്റി എന്ന തരത്തിൽ അന്ന് വലിയ വിമർശനം നേരിട്ടതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഏത് പ്രോജക്റ്റ് വരുമ്പോൾ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. തുടങ്ങിയപ്പോൾ കൊച്ചിൻ എയർപോർട്ട് തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അലൈൻമെൻറ്റ് പോലും വ്യത്യാസം ഉണ്ടാക്കേണ്ടി വന്നു. പക്ഷേ അത് പിന്നീട് വന്ന് യാഥാർത്ഥ്യമായി. അതുപോലെ നമ്മുടെ ആഗ്രഹം എന്താ, നമുക്കൊരു ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ മഞ്ഞക്കുറ്റിയുടെ പാതയായിരിക്കില്ല. മഞ്ഞക്കുറ്റി ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. മഞ്ഞക്കുറ്റി നമ്മുടെ സുഹൃത്തുക്കൾ കൊണ്ടേ ബന്ധിപ്പിക്കുന്നതാണ്. മഞ്ഞക്കുറ്റി അല്ല പ്രശ്നം. നമുക്കൊരു ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം. എല്ലാ പ്രോജക്റ്റുകളും വരുമ്പോൾ വൈപ്പിൻ എറണാകുളം പാലങ്ങൾ വന്നപ്പോൾ എന്തോരം പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് പരിഹരിച്ചല്ലേ പോയത്. അപ്പോൾ ഇതൊരു വലിയ ആഗ്രഹമാണ്. കേരളത്തിലെ ജനങ്ങളുടെ വലിയൊരു സ്വപ്ന പദ്ധതിയാണ്. ആ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്താണെങ്കിലും ഇനിയിപ്പോൾ ഇതിന് മറ്റെന്തെങ്കിലും നീക്കം ഇപ്പോൾ നടത്തുന്നുണ്ടോ? പ്രത്യേകിച്ച് പ്രഖ്യാപനം വേഗത്തിലാക്കാൻ ഇതിനോടകം തന്നെ പലയിടത്തും സംസാരിച്ചു. ഇനിയിപ്പോൾ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റെന്തെങ്കിലും സമ്മർദ്ദം ഇതിൻ്റെ ഭാഗമായി? അപ്പോൾ ശ്രീധരൻ ഇവിടെ നമ്മുടെ സജഷൻ ശ്രീധരനോട് പറഞ്ഞിരുന്നത് ഡൽഹി വന്ന് ഡിസ്കസ് ചെയ്യണം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അദ്ദേഹം തരുന്നത്. മാസങ്ങൾ അന്ന് ഞങ്ങൾ ശ്രീധരനോട് പറയും, നിങ്ങൾ പോയി സംസാരിക്കുക, നിങ്ങളൊന്ന് ചർച്ച ചെയ്യുക. അത് ഡിലേഡായി പല കാരണങ്ങളാൽ. ഇപ്പോൾ അദ്ദേഹം വന്ന് കണ്ടു. അദ്ദേഹം ഈ പ്രപ്പോസൽ ഇപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് അദ്ദേഹം ഓരോ സ്റ്റെപ്പും എടുത്തിട്ടുള്ളത്. ഈ കേരളയിൽ എന്ന് പറഞ്ഞ ആശയം വന്നപ്പോൾ അന്ന് BJP നേതാക്കൾ സംസ്ഥാനത്ത് പറഞ്ഞത് നടക്കില്ല എന്ന്. അതിന് രാഷ്ട്രീയമായൊരു നീക്കം കൂടിയുണ്ടോ ഇങ്ങനെ ഒരു പുതിയ പദ്ധതി? വികസനത്തിൽ നമുക്ക് രാഷ്ട്രീയം ഒഴിവാക്കാൻ നല്ലത്. അത് നമ്മുടെ അനുഭവം. നമ്മൾ പലപ്പോഴും ഇപ്പോൾ എറണാകുളത്ത് എത്രയോ പ്രോജക്റ്റ് വന്ന് മെട്രോ എതിർപ്പുണ്ടായില്ലേ, ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായില്ലേ. അപ്പോൾ അതിലെ രാഷ്ട്രീയ വശമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമുക്കിത് വേണം, ജനങ്ങളുടെ ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. എന്താണെങ്കിലും
അതിവേഗ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കെ വി തോമസ് നമ്മളോട് പ്രതികരിച്ചത്. അത് സംസ്ഥാനത്തിലെ കൂടി അറിവോടെയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ശ്രീധരൻ മുന്നോട്ട് പോകുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ കണ്ടടക്കം ഇതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയും പിന്നീട് ആ കാര്യങ്ങൾ കെ വി തോമസ് അടക്കമുള്ള ആളുകൾ കേന്ദ്ര സർക്കാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വീഡിയോ ന്യൂസ് കണ്ണൻ പ്രസിനൊപ്പം റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.